ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം ഈ വീഡിയോയിൽ നമ്മൾ പിന്നെയും ബ്ലോക്ക് ക്രേസി റോബോകളിൽ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ കുറേ വീഡിയോസ് അല്ലാതെ ചെയ്യണമെന്നുണ്ട്, ബട്ട് സമയം കിട്ടത്തില്ല. പിന്നെ രാത്രി ഫോൺ എടുക്കുമ്പോഴാണ് വീഡിയോ ഒന്നും ചെയ്തില്ലല്ലോ ഓർമ്മ വരുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ സർവൈവൽ മോഡ് ചെയ്യണോ അതോ എൻ്റെ വില്ലേജ് കാണിക്കണോ എന്നുള്ള ഇതിലാണ്. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ വില്ലേജ് കാണിച്ചു തരാം. ഇന്നലെ ഞാൻ എൻ്റെ വില്ലേജ് കാണിക്കാനൊരു വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ സ്പേസ് ഇല്ലായിരുന്നു, അങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി. ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്യാനും പറ്റിയില്ല, കുറേ സമയം എടുക്കും അപ്പോൾ. പക്ഷേ ഈ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഫലം കണ്ടില്ല എന്ന് പറയുന്ന പോലെയല്ല കേട്ടോ. നമുക്ക് എത്രത്തോളം നമുക്ക് സമയം പോകുന്നുണ്ട് അത്രത്തോളം നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗെയിമാണിത്. വളരെയധികം യൂസ്ഫുള്ളാണ്. കാരണം നമുക്കിപ്പോൾ മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പൈസ കൊടുക്കേണ്ട ഒരു ഗെയിമാണ്. ബട്ട് നമുക്ക് ആ ഗെയിമിൽ ഹാപ്പി മോഡെന്ന് പറഞ്ഞൊരു മോഡിൽ കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ബട്ട് എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ ബാക്കി വേറെ ആരുടെയും ഫോണിൽ അത് കിട്ടില്ല. ഹാപ്പി മോഡിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവസാനം സ്പേസ് ഇല്ലാന്ന് കാണിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ളത് അല്ലാതെ അത് പ്ലേ സ്റ്റോറിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ ബ്ലോക്ക് ക്രേസി റോബോ വേൾഡ്. ഇങ്ങനെ ഈ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ തന്നെ ഇത് കിട്ടും. ഇപ്പം വരും കേട്ടോ. ലോഡിങ് ആവുകയാണേ. ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ എൻ്റെ വേൾഡിലാണുള്ളത്. നല്ല മഴയുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ വേൾഡിൻ്റെ ഫസ്റ്റ് കുളം. ഇവിടെ 3 ടേർട്ടിൽസ് ഉണ്ട്, പിന്നെ 3 ഫിഷ് കുഞ്ഞുങ്ങളും ഫിഷും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ലാവയുണ്ട്. ലാവയ്ക്കകത്ത് ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ബട്ട് ഇന്ത്യയെന്ന് അറിയത്തില്ല. പിന്നെ അവിടെ ഒരു ലാവയുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഒരു ഡോൾഫിൻ ഉണ്ട്. പിന്നെ അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റോഡ് പോലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഇവിടെയാണ് നമുക്കൊരു ഡോർ കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഞാൻ വളർത്തുന്ന പിഗ്ഗാണ് കേട്ടോ. ഓക്കെ, ഇവിടെ വരുമ്പോൾ തന്നെ എൻ്റെ ഒരു ഗാർഡൻ ആണ് കേട്ടോ. ഇതാണ് ഗാർഡൻ. ഈ ഗാർഡൻ ഫസ്റ്റ് ഫ്ലവർ ഗാർഡൻ ആണുള്ളത്. ഫസ്റ്റ് ഫ്ലവർ ഗാർഡൻ ആണ്. ഫ്ലവർ ഗാർഡൻ കഴിഞ്ഞിട്ട് എൻ്റെ റോസും കഴിഞ്ഞ് ഒരു ബുഷ് പോലുള്ള സംഭവം കഴിഞ്ഞിട്ടാണ് വെജിറ്റബിൾ ഗാർഡൻ വരുന്നത്. വെജിറ്റബിൾ ഗാർഡൻ കഴിഞ്ഞിട്ട് ഒരു പൂ വെച്ചിട്ടുണ്ട്. ഒരു പൂ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് പൂക്കളും പിന്നെ മരങ്ങളുമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു പൂ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ വെച്ച് നോക്കിയതാണ്. ഇവിടെ പിന്നെ പൂവായി കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ഫുൾ ആയിട്ടായല്ലോ. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഫുള്ളായി. നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെ വന്നു? ഇതെന്താ വീടല്ലേ? നിങ്ങൾക്ക് ഇവിടെ എന്താ പണി? ഇടാ ചിക്കൻസ് ഒക്കെ വീട്ടിൻ്റെ അടുത്തായി. ഓക്കെ, പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എൻ്റെ ബീഹൈവ് ഉണ്ട്. ബീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അവർ പൂവിൽ നിന്ന് ഞാൻ ചെയിൻ എടുത്തോണ്ടിരിക്കുമായിരിക്കും. ഇവിടെയാണ് കേട്ടോ എൻ്റെ ബീഹൈവ് പോലെ സംഭവം. ഇവിടെ കണ്ട ഹണി ഇതിനകത്ത് വരുന്നുണ്ട്. ഫുള്ള് ഇതിനകത്താണ് തോന്നുന്നു. പിന്നെ ഇവിടെ രാത്രിയാണ്. ഇവിടെ ഇങ്ങനെ സംഭവം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, പ്ലഷർ ട്രീ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അകത്ത് കയറി നോക്കാം നമുക്ക്. ഇതെന്തുവാന്ന് അറിയത്തില്ല. ടച്ച് ചെയ്യുന്നിടത്ത് ഫുള്ള് സംഭവങ്ങളായി വരുവാണ്. ഇത് ഓക്കെ ഗൈസ്, അന്നേരം ഇവിടെ ഫുള്ള് നമ്മൾ കാർപ്പറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് കരയിൽ മാത്രമാണ്. പിന്നെ ഇവിടെ നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കുഞ്ഞു ക്യാമറ ഉണ്ട്. ഇവിടെ രണ്ടിടത്തും ജ്യൂസ് ബോക്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് കളറാണ് കാർപ്പറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വൈറ്റ് സ്റ്റാൻഡ് വെച്ചിട്ട് ഈ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കാർപ്പറ്റ് ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മെറനുണ്ട്, ഗ്യാസ് പോലെ നാസ്മ ബ്ലോക്ക് ഉണ്ട്. ഇത്തരം സാധനങ്ങളാണ്. ഇത് കിച്ചൺ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ ബെഡ്റൂമിൻ്റെ ഇവിടെ കൂടെ ആർക്കും കയറാതിരിക്കാനും നല്ല ഫാഷൻ പോലെ ആക്കാനും ഇത് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പിങ്ക് ബെഡാണ് കേട്ടോ. പിങ്ക് ബെഡാണ്. ഇവിടെ ഫുള്ള് നല്ല ലൈറ്റുള്ള സംഭവമാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു നല്ലതായിട്ട് ഹാളുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. എന്നിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇനി വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ കിളിക്കൂടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഫുൾ ആനിമൽസ് ഉള്ള കൂടാണ്. ഒരു ചിക്കൻ ഇറങ്ങി പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, അത് പോയിക്കോട്ടെ. ഓക്കെ, ഇതാ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കിളികൾ. ഇതാ ഇവിടെ 3 ബാറ്റ്സ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇവരെ കാണിക്കാൻ വന്നതാണ്. 3 ബാറ്റ്സ് ഉണ്ട്. ഒരു പോളാർ ബിയർ, പിന്നെ ഒരാടുണ്ട്. ആടോ? അതെവിടെ തന്നെ? ഞാൻ ആടിനെ സ്പോൺ ചെയ്തില്ല, ബട്ട് സ്പോണായി. ആടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഫുള്ള് കിളികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ കൂടെ തുറന്നു കഴിഞ്ഞാൽ ചാടി പോകാനിരിക്കുകയാണ്. പിന്നെ അത് റാബിറ്റ് ഇവിടെ കണ്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്യുന്ന ആർക്കറിയാം. പിന്നെ ഇവിടെ എൻ്റെ ഫിഷുകളുണ്ട്. പെൻഗിനല്ല, സോറി, ഇതിന് എന്താ പറയുക, എൻ്റെ പേര് മറന്നു കഴിഞ്ഞാൽ. ഡോൾഫിനെ എപ്പോൾ സ്പോൺ ചെയ്താലും ഡോൾഫിനെ കാണുന്നില്ല. അതെന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ.
അവരൊക്കെ അവിടെ ഉണ്ട്. എൻ്റെ റാബിറ്റ്സ് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഫുള്ള് റാബിറ്റ്സും ചിക്കൻസൊക്കെ ഉണ്ടായിരുന്നു. എവിടെ ആയാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങൾ. പാറ്റ് ഇവിടെ തൂങ്ങി കിടപ്പുണ്ട് ഇങ്ങനെ മുറിച്ചിട്ട്. അങ്ങനെ ഇത്രയാണ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അന്നേരം ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരെ ബൈ. പിന്നെ എൻ്റെ വേൾഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.